ഹായ് ഓൾ. നേരത്തെ നമ്മൾ മൊഡ്യൂൾ 4 സെക്കൻഡ് പാർട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സെക്കൻഡ് പാർട്ടിൽ സോഷ്യൽ സിസ്റ്റം ആയപ്പോഴത്തേക്കും റെക്കോർഡിങ് ജസ്റ്റായിട്ടൊന്ന് ബ്രേക്ക് ആയായിരുന്നു. അതുകൊണ്ടാണ് അഗെയിൻ ഞാൻ അടുത്തൊരു എന്താ പറയുക വീഡിയോ ഇടുന്നത്. സോഷ്യൽ സിസ്റ്റത്തിലാണ് വന്നു നിന്നത്. സോഷ്യൽ സിസ്റ്റം അതായത് സോഷ്യൽ സിസ്റ്റം എന്താണെന്നും ടാൽകോട്ട് പാഴ്സണാണ് ഈ സോഷ്യൽ സിസ്റ്റത്തിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടാൽകോട്ട് പാഴ്സണാണെന്നും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ മീനിങ് പറഞ്ഞു. ഓൾ ആർ ബൗണ്ടഡ് ബൈ വൺനെസ് ആണ് ആൻഡ് ദ പാറ്റേൺ ദാറ്റ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് സോഷ്യൽ സിസ്റ്റം ആണെന്നും ഒക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഡെഫിനിഷനാണ് ദ പ്ലൂറാലിറ്റി ഓഫ് സോഷ്യൽ ആക്ഷൻ ഹു ആർ എൻഗേജ്ഡ് ഇൻ മോർ ഓർ ലെസ് സ്റ്റേബിൾ ഇൻ്ററാക്ഷൻ അക്കോർഡിംഗ് ടു ഷെയർഡ് നോംസ് ആൻഡ് മീനിങ്സിനെയാണ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതേക്കന്നെ ചാൾസ് പി ലൂമിസ് പറഞ്ഞത് സോഷ്യൽ സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് ദ പാറ്റേൺഡ് ഇൻറ്ററാക്ഷൻ ഓഫ് വിഷ്വൽ ആക്ടേഴ്സ്. ഒരു പാറ്റേൺഡ് ഇൻറ്ററാക്ഷൻ ഓഫ് വിഷ്വൽ ആക്ടേഴ്സ് ആണ് സോഷ്യൽ സിസ്റ്റം. അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റത്തിനെ കമ്പോസ് ചെയ്തേക്കുന്നത് വിഷ്വൽ ആക്ടേഴ്സിൻ്റെ ഒരു പാറ്റേൺഡ് ഇൻറ്ററാക്ഷനായിട്ടാണ്. ഹൂസ് റിലേഷൻ ഈ വിഷ്വൽ ആക്ടേഴ്സ് എന്ന് പറയുമ്പം ഹ്യൂമൻ ബീയിങ്സ്, ഈ ഹ്യൂമൻ ബീയിങ്സിൻ്റെ റിലേഷൻ ടു ഈച്ച് അതർ ആർ മ്യൂച്വലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ റിലേഷൻ ആയിരിക്കും ഈ വിഷ്വൽ ആക്ടേഴ്സിനുള്ളത് ത്രൂ ദ ഡെഫിനിഷൻ ഓഫ് മീഡിയേഷൻ ഓഫ് പാറ്റേൺ ഓഫ് സ്ട്രക്ചർ. എന്ത് ഡെഫിനിഷൻ്റെ ഇതിനകത്താണ്? ത്രൂ ദ ഡെഫിനിഷൻ ഓഫ് മീഡിയേഷൻ ഓഫ് പാറ്റേൺസ് ആൻഡ് ഷെയർഡ് സിമ്പിൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. ഇതിനെയാണ് സോഷ്യൽ സിസ്റ്റം എന്ന് ഡിഫൈൻ ചെയ്തത്. അതിന് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഒരു ഇൻട്രാക്ഷനാണ്. ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ട് ഇന്ന ആൾക്കാർക്ക് ഇന്ന റോളുണ്ട്, ഇന്ന പൊസിഷൻസ് ഉണ്ട്. ഇതാണ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ സിസ്റ്റത്തിന് പൊതുവായിട്ട് കുറച്ച് സ്വഭാവവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും. അപ്പം സോഷ്യൽ സിസ്റ്റം ഇസ് കൺസേൺഡ് വിത്ത് പ്ലൂറാലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആക്ടേഴ്സ്. അപ്പം പ്ലൂറാലിറ്റി, ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ഇൻഡിവിജ്വൽ ആക്ടേഴ്സിൻ്റെ കൺസേൺ ആണ് സോഷ്യൽ സിസ്റ്റം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ പ്ലൂറാലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആക്ടേഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ഡെഫിനറ്റ്ലി സോഷ്യൽ സിസ്റ്റം ഹാസ് എയിംസ് ആൻഡ് ഓൾസോ ആൻഡ് ഒബ്ജക്റ്റീവ്സും എയിംസും സോഷ്യൽ സിസ്റ്റത്തിനുണ്ട്. ഓർഡർ ആൻഡ് പാറ്റേൺ എമംഗ്സ്റ്റ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് യൂണിറ്റ്. ഒരുപാട് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് യൂണിറ്റിൽ അതിൻ്റേതായിട്ടുള്ള ഓർഡേൺസും പാറ്റേൺസും സോഷ്യൽ സിസ്റ്റത്തിനുണ്ട്. ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഇസ് ദ ബേസിസ് ഓഫ് യൂണിറ്റി. ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് യൂണിറ്റിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതുകണക്ക് തന്നെ ഫിസിക്കൽ ഓർ എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റ് ഓഫ് ദ സോഷ്യൽ സിസ്റ്റം. നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിന് ഫിസിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ആസ്പെക്ട്സ് ഉണ്ട്. പിന്നെ സോഷ്യൽ സിസ്റ്റം ഇസ് ലിങ്ക്ഡ് വിത്ത് കൾച്ചറൽ സിസ്റ്റവുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതുകണക്ക് തന്നെ സോഷ്യൽ സിസ്റ്റത്തിനകത്ത് വരുന്നൊരു കാര്യമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയും സ്വഭാവങ്ങളാണ് സോഷ്യൽ സിസ്റ്റത്തിനുള്ളത്. നെക്സ്റ്റ് എക്കോസിസ്റ്റം നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ കേൾക്കുന്ന ഒരു വേർഡാണ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം ഇസ് എ ബയോളജിക്കൽ കമ്മ്യൂണിറ്റി വേർ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ് ഇൻറ്ററാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് ദെയർ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. അപ്പം എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ കമ്മ്യൂണിറ്റിയാണ് വെയർ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസ് ഇൻറ്ററാക്ട് വിത്ത് ഈച്ച് അതർ. നോൺ ലിവിങ് ആയിട്ടുള്ളതും ലിവിങ് ആയിട്ടുള്ളതും രണ്ട് കമ്മ്യൂണിറ്റീസ് ഇൻറ്ററാക്ട് ചെയ്യും വിത്ത് ദെയർ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. എവിടെയാണ്? ഫിസിക്കൽ എൻവയോൺമെൻറ്റിലാണ് ഇൻറ്ററാക്ഷൻ ഉണ്ടാകുന്നത് കേട്ടോ. ആൻഡ് എക്കോസിസ്റ്റം ഇസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ ആൻഡ് ചേഞ്ച് ഗ്രേറ്റ് ഇൻ സൈസ്. എന്നൊക്കെയാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നേച്ചറിൻ്റെ ഒരു ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റവുമാണ് ഈ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. A.G. ടാൻസ്ലി ഒരു ബ്രിട്ടീഷ് എക്കോളജിസ്റ്റാണ്. ഹി ഡിഫൈൻ ദ ടേം എക്കോസിസ്റ്റം എന്ന് പറയുന്ന ടേം ഡിഫൈൻ ചെയ്തത് A.G. ടാൻസ്ലി എന്ന് പറയുന്നൊരു ബ്രിട്ടീഷ് എക്കോളജിസ്റ്റാണ്. എക്കോസിസ്റ്റം, എക്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് എന്നാണ്. അതുകണക്ക് തന്നെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻറ്ററാക്ഷൻ. സോ എൻവയോൺമെൻറ്റ് തമ്മിലുള്ളൊരു ഇൻറ്ററാക്ഷനെയാണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞുദ്ദേശിക്കുന്നത്. ഈ എക്കോസിസ്റ്റത്തിനെ തന്നെ രണ്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റവും
കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം എന്ന്. സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റവും കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം. സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് വരുന്നത് നാച്ചുറൽ എക്കോസിസ്റ്റം വരും, ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം വരും. നാച്ചുറൽ എന്ന് പറയുമ്പം നാച്ചുറലി നമ്മുടെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു എക്കോസിസ്റ്റമാണ് നമ്മുടെ ഫോറസ്റ്റ്. അത് കണക്കിന് സമുദ്രങ്ങളും അക്വാട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ട് വരുന്നതാണ്. ആർട്ടിഫിഷ്യലായിട്ട് വരുന്ന സമയത്ത് ആർട്ടിഫിഷ്യലി നമ്മളിപ്പം എന്നാ പറയുന്ന ഇപ്പം നമ്മുടെ പച്ചക്കറി കൃഷി ചെയ്യുന്നതും ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫോറസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് കണക്ക് തന്നെ നമ്മുടെ അക്വേറിയം ഒക്കെ ഉണ്ടാക്കുന്നത്. ദാറ്റ് ഇസ് ആർട്ടിഫിഷ്യൽ സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം. ആൻഡ് കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം. ബയോട്ടിക് ആയിട്ടുള്ള കമ്പോണൻറ്റും ഉണ്ട്, എബയോട്ടിക് ആയിട്ടുള്ള കമ്പോണൻസും എക്കോസിസ്റ്റത്തിനകത്ത് വരുന്നുണ്ട്. അതാണ് കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എക്കോസിസ്റ്റം. ഇനി പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്. പൊളിറ്റിക്കൽ സിസ്റ്റം ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ എടുത്തതുകൊണ്ടാണ് ഞാൻ ഈ സ്ലൈഡിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. പൊളിറ്റിക്കൽ സിസ്റ്റവും എന്താണ് പൊളിറ്റിക്കൽ സിസ്റ്റം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളുമൊക്കെ ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അടുത്ത നമ്മുടെ നെക്സ്റ്റ് ഒരു സെക്ഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ടേമാണ് സോഷ്യൽ ഡിഫറൻസിയേഷൻ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ അല്ലെങ്കിൽ മൊഡ്യൂൾ 4 4 സെക്ഷൻസൊക്കെ ആയിട്ടാണ് തിരിച്ചിരുന്നത്. ആദ്യം സോഷ്യൽ ഇൻറ്ററാക്ഷനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു, പിന്നെ സോഷ്യൽ ചേഞ്ചിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു, പിന്നെ സോഷ്യൽ സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു. അതിനിടയ്ക്ക് തന്നെ തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സോഷ്യൽ ഡിഫറൻസിയേഷനും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുമാണ് ഇപ്പോൾ എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ സോഷ്യൽ ഡിഫറൻസിയേഷൻ എന്താണ്? സോഷ്യൽ ഡിഫറൻസിയേഷൻ. So, social differentiation. Social differentiation is the process by which different status develop in a group, organization or society. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് എവിടെ ഒരു ഗ്രൂപ്പിലോ ഒരു ഓർഗനൈസേഷനിലോ സൊസൈറ്റിയിലോ ഉണ്ടാകുന്ന ആ ഒരു ഡിഫറെൻറ്റ് സ്റ്റാറ്റസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് സോഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. സൊസൈറ്റി റെസിസ്റ്റ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഡിഫറൻസ്. സൊസൈറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഡിഫറൻസസ് എന്ന് പറയുന്നത് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിലാണ് സൊസൈറ്റി റെസിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഡിഫറൻസിയേഷൻ എന്തൊക്കെ തരത്തിലായിരിക്കും ഡിഫറൻസിയേഷൻ ഉണ്ടാകുന്നത്? ഡിഫറൻസിയേഷൻ ഓഫ് പോപ്പുലേഷൻ ബൈ ഏജ്, സെക്സ്, ഓക്കുപ്പേഷൻ ആൻഡ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ 4 വിഭാഗത്തിലാണ് നമുക്ക് ഡിഫറൻസിയേഷൻ മെയിനായിട്ട് കാണുന്നത്. നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ നോക്കുകയാണെങ്കിൽ ഈ 4 വിഭാഗത്തിലാണ് നമുക്ക് ഡിഫറൻസിയേഷൻ വരുന്നത്. ഏജിനകത്ത് വരുന്നുണ്ട്, സെക്സ് മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറയുന്ന ഒരു സെക്സ് ജെൻഡർ ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്, ഒക്യുപ്പേഷണൽ ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്, പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിലും ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്. Society may only differ in the degree of differentiation and natural stratification. അപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്നത് ഓൺലി ഇൻ ദ ഡിഗ്രി ഓഫ്, നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഡിഫറൻസിയേഷനും അതേകണക്ക് തന്നെ നാച്ചുറൽ സ്ട്രാറ്റിഫിക്കേഷനും കൊണ്ടാണ്. ആൻഡ് ഇൻ റിയാലിറ്റി സം form of specialization of the role is found in every association of men. നമുക്ക് റിയാലിറ്റി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇൻ റിയാലിറ്റി സം ഫോം ഓഫ് സ്പെഷ്യലൈസേഷൻ ഇൻ സം ഫോം ഓഫ് ദിസ് സ്പെഷ്യലൈസേഷൻ ഓഫ് ദ റോൾ ഈസ് ഫൗണ്ട് ഇൻ എവറി അസോസിയേഷൻ ഓഫ് മെൻ. ഏതൊരു അസോസിയേഷനിൽ നോക്കുകയാണെങ്കിലും ഈ ഒരു റോൾ ഡിഫറൻസസ് നമുക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് ഈ ഒരു ഡിഫറൻസിയേഷന് കാരണമാകുന്ന കുറച്ച് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ what causes this differentiation? According to Talcott Parson, he mentioned 3 causal factors for this differentiation. 3 causal factors ആണ് ടാൽക്കോട്ട് പാഴ്സൺ എക്സ്പ്ലെയിൻ ചെയ്തത്. 1 പൊസഷൻ, 2 ക്വാളിറ്റീസ്, 3 പെർഫോമൻസ്. പൊസഷൻ, ഫസ്റ്റ് വൺ ഇസ് പൊസഷൻ. മെറ്റീരിയൽ പൊസഷൻ സച്ച് ആസ് മണി, വെൽത്ത്, പ്രോപ്പർട്ടി. ഈ 3 കാര്യങ്ങൾ, മണി, വെൽത്ത് ആൻഡ് പ്രോപ്പർട്ടി, പീപ്പിൾ ഡു നോട്ട് ഹാവ് ഈക്വൽ ആക്സസ് ഫോർ ദിസ് പൊസിഷൻ. ഈ 3 പൊസിഷനും എല്ലാവർക്കും ഇപ്പം പൈസ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരേപോലെ തന്നെ പൈസ, സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി നല്ല രീതിയിലായിരിക്കും. അല്ല, എനിക്ക് സ്വത്തും സമ്പാദ്യവും എല്ലാം നല്ല രീതിയിൽ ഉണ്ടാവില്ല. പ്രോപ്പർട്ടി എല്ലാവർക്കും തന്നെ ഒരേപോലെ ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും പല പല രീതിയിലായിരിക്കും. ഓൺ ഓർ അതർ വേ അവർക്ക് അവരുടേതായിട്ടുള്ള പൊസിഷൻസ് ഉണ്ടാവും.
പീപ്പിൾ ഡു നോട്ട് ഹാവ് ഈക്വൽ ആക്സസ് ഫോർ ദിസ് പൊസിഷൻ. ഇതെല്ലാത്തിനും തന്നെ ഈക്വലി തന്നെ ഉണ്ടാവില്ല. പിന്നെ ക്വാളിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബ്യൂട്ടി, ലോയൽറ്റി, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും എല്ലാവരിലും ഈക്വലി ഉണ്ടാവുമോ? ഇല്ല. പലർക്കും പല പല രീതിയിലായിരിക്കും. നമ്മൾ സോഷ്യൽ വർക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വൽസ് ആർ യുണീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്ക് യുണീക്കായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആസ് ദ സെയിം വേ ക്വാളിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് ഒരാൾക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് ആയിരിക്കും ഉള്ളത്, ചിലർക്ക് ബ്യൂട്ടി ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ ബ്യൂട്ടിയും ഫിസിക്കൽ സ്ട്രെങ്ത്തും അത് കാണില്ല, ബട്ട് അയാളുടെ ഇൻ്റലിജൻസ് ഇസ് വെരി ഹൈ ആയിരിക്കും. സോ അങ്ങനെയും ആൾക്കാരെ റാങ്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ്ലി ആയിരിക്കും. ഇപ്പം ഫിസിക്കൽ സ്ട്രെങ്തിൻ്റെ കാര്യത്തിൽ ഒരു കൂട്ടം ആൾക്കാരായിരിക്കും റാങ്ക് ചെയ്യുന്നത്, ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ ഒരു കൂട്ടം ആൾക്കാരായിരിക്കും റാങ്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദിസ് ഡിഗ്രി ഓഫ് പൊസിഷൻ ഓഫ് ദിസ് ക്വാളിറ്റീസ്. ഡിപ്പെൻഡിങ് ഓൺ ദീസ് ഡിഗ്രീസ്, ഈ ഡിഗ്രീസ് കാരണമായിരിക്കും പൊസിഷൻസും ഉണ്ടാവുന്നത്. അങ്ങനെ പിന്നെ മൂന്നാമത്തെ ഒരു ഫാക്ടറാണ് പെർഫോമൻസ്. refer to the execution of the task in a given time under the given situation. നമ്മൾ ടാസ്ക് അച്ചീവ് ചെയ്യുക, നമുക്കൊരു ടാസ്ക് തരും, അത് അച്ചീവ് ചെയ്യുന്നതിൻ്റെ ബേസിലും നമ്മളെ ജഡ്ജ് ചെയ്യും. ദ പെർഫോമൻസ് ആർ ഓൾവേസ് ജഡ്ജ്ഡ് ഫസ്റ്റ് അക്കോർഡിംഗ് ടു ദെയർ റിസൾട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ജഡ്ജ്മെൻറ്റും ഉണ്ടാവുന്നത്. അപ്പം 3 തരത്തിലാണ് ഡിഫറൻസിയേഷൻ വരുന്നത്. ഒന്ന് പൊസഷണൽ ഡിഫറൻസിയേഷൻ പറയുന്നുണ്ട്, രണ്ടാമത്തത് ക്വാളിറ്റി ഡിഫറൻസിയേഷൻ പറയുന്നുണ്ട്, മൂന്നാമത് പെർഫോമൻസ് ഡിഫറൻസിയേഷൻ പറയുന്നുണ്ട്. നമുക്കിത് മൂന്നിനെയും ഇൻ്റർലിങ്ക്ഡ് ആയിട്ട് കാണാം. അപ്പം പൊസഷൻ ക്വാളിറ്റീസ് ഉണ്ട്, എങ്ങനെയാണ്, ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ അവൻ ലൈഫിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് നടത്തും, അല്ലെങ്കിൽ അച്ചീവ്ഡ് ആയിക്കഴിഞ്ഞാൽ അവന് മണി അല്ലെങ്കിൽ ഒരു നന്നായിട്ട് പഠിക്കുന്ന ഒരാൾ. ഇപ്പം ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, അപ്പോൾ അയാൾ പഠിക്കുന്നതെല്ലാം നല്ലപോലെ പഠിക്കും, നല്ല രീതിയിൽ മാർക്ക് മേടിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇൻ്റലിജൻസ് കാണും. ഈ ബിസിനസ്സിൽ ഇൻ്റലിജൻസ് ഒബ്വിയസ്ലി അയാൾക്ക് എന്താ പറയുക, വെൽത്തും അതേ കണക്ക് തന്നെ പ്രോപ്പർട്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് കാരണം അയാളൊരു പർട്ടിക്കുലർ ലെവലിലെത്തും. സോ പൊസിഷൻസ് അച്ചീവ് എന്താ പറയുക എത്താൻ സാധിക്കുമല്ലോ. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് എന്താ പറയുക ഇംപ്ലിമെൻറ്റ് ചെയ്തത്? ത്രൂ സം ടാസ്ക്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടാസ്ക് ഉള്ളത് കൊണ്ടല്ലേ അയാൾ ഇൻ്റലിജൻ്റ് ആയത്. സോ ഈ 3 ഫാക്ടേഴ്സും ഇൻ്റർലിങ്ക്ഡ് ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേത് രണ്ടും എത്താനായിട്ട്, അല്ലെങ്കിൽ മറ്റേത് രണ്ടിലേക്കും എത്താനായിട്ട് സാധിക്കും. സോ ഈ ഡിഫറൻസിയേഷൻ്റെ ഈ 3 കാഷ്വൽ ഫാക്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർലിങ്ക്ഡ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറൻസിയേഷൻ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഡിഫറൻസിയേഷൻ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഏജും ജെൻഡറും ഒക്യുപ്പേഷണൽ ഡിഫറൻസിയേഷനൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു. ആ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറൻസിയേഷൻ ഇൻ 3 ways. ഫസ്റ്റ് വൺ ഇസ് ഡിഫറൻസിയേഷൻ ബേസ്ഡ് ഓൺ സെക്സ്, സെക്കൻഡ് വൺ ഏജ് ഡിഫറൻസിയേഷൻ ആൻഡ് ഒക്യുപ്പേഷണൽ ഡിഫറൻസിയേഷൻ. നമ്മുടെ ഡിഫറൻസിയേഷൻ ബേസ്ഡ് ഓൺ ജെൻഡർ ഓർ സെക്സ് എന്ന് പറയുന്ന സമയത്ത് ദ സെക്സ് ഇസ് വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിനെ സംബന്ധിച്ച് ജെൻഡർ എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ ഫീച്ചറാണ്. ഇൻ നോ സൊസൈറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ ഡു ദ സെയിം തിങ്. ഏതൊരു സൊസൈറ്റി എടുത്താലും ആണും പെണ്ണും ഒരേ കാര്യങ്ങൾ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടോ? ഇല്ല. അവരുടെ സ്റ്റാറ്റസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. നമ്മളുടെ ഒരു പഴയകാല ചിന്താഗതി, ഇപ്പം ആ ഒരു ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊന്നും ഇല്ല. പലയിടത്തും ഉണ്ട്, എങ്കിലും കോമൺലി ഇപ്പം അങ്ങനെ കാണാനില്ല. നമ്മളുടെ ഒരു മുൻകാലങ്ങളിൽ മെയിലിനും ഫീമെയിലിനും സെഗ്രിഗേറ്റ് ആയിട്ടുള്ള ഓരോരോ വർക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആണുങ്ങളെന്ന് പറയുമ്പോൾ പുറത്ത് പോയി ജോലി ചെയ്ത് വീടിനെ നോക്കുക എന്നുള്ളതും, പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് ഹോം മേക്കർ ആയിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് സ്റ്റാറ്റസ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഇൻ സം അതർ വേ പലയിടത്തും അങ്ങനെയൊന്നും അല്ലതാനും. So in no society male and female do the same thing, occupy the same status, share identical interest or aspire the same kind of achievement. ഒരു സൊസൈറ്റിയിലും ഇങ്ങനെയൊന്നും കാണാറില്ലെന്നാണ് പറയുന്നത്. സോ ഓൾ സൊസൈറ്റി ദേ തിങ്ക് ഡിഫറെൻ്റ്ലി ആൻഡ് ഡു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വർക്ക്. എല്ലാ സൊസൈറ്റിയും തിങ്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ് ആൻഡ് ഡു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വർക്ക്. ചെയ്യുന്നതും ഡിഫറെൻറ്റ് കൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കും.
ഏജ് ഡിഫറൻസിയേഷൻ, നമ്മുടെ ഏജിലും ഡിഫറൻസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഏജ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ഫാക്ടറാണ്, കോൺട്രിബ്യൂട്ട് ടു സോഷ്യൽ ഡിഫറൻസിയേഷൻ. സോഷ്യൽ ഡിഫറൻസിയേഷനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ ഫാക്ടറാണ് ഏജ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട് പ്രിവിലേജസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. സോ ഇത് മെയിനായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രിവിലേജസും അതേ കണക്ക് തന്നെ റെസ്പോൺസിബിലിറ്റീസും ആണ്, അതേ കണക്ക് തന്നെ റൈറ്റ്സും ഡ്യൂട്ടീസും. ഓക്കെ, നമ്മുടെ ഓരോ ഏജിനും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. ഇപ്പം ഇൻഫൻസി അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് ആ ഒരു ടൈമിലാണെങ്കിൽ കളിക്കുന്നതും കൂട്ടുകാരൊത്ത് കളിച്ച് നടക്കുന്നതും ഒക്കെ ആയിരിക്കും ആ ഒരു ഏജിനകത്തുള്ള മെയിനായിട്ടുള്ള അവരുടെ ഒരു എന്നാ പറയുന്നത് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിനുശേഷം അവരുടെ നെക്സ്റ്റ് സ്റ്റേജിൽ വരുന്ന സമയത്ത് അവർക്ക് പഠിക്കണം, ഓരോരോ റാങ്കുകൾ മേടിക്കണം, അങ്ങനെ ഒരു സ്റ്റേജ് ആയിരിക്കും അഡോളസൻസ്. അഡൾട്ട്ഹുഡ് ആവുന്ന സമയത്ത് ജോലി മേടിക്കണം, ഒരു ജോലി ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കണം എന്നുള്ളൊരു അഡൾട്ട്ഹുഡ് ആ ഒരു സ്റ്റേജിലോട്ട് വരും. പിന്നെ ഓൾഡ് ഏജ്, ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് ജോലി കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, കൊച്ചുങ്ങളുടെ കാലം കഴിഞ്ഞു, അതിനുശേഷം ഓൾഡ് ഏജ് എന്ന് പറയുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പ് ആ ഒരു ഡ്യൂട്ടിയിലേക്ക് അല്ലെങ്കിൽ ഓൾഡ് ഏജിൻ്റെ ഡ്യൂട്ടിയിലേക്ക് വരും. അങ്ങനെ ഓരോ ഏജിനും ഓരോരോ ഡ്യൂട്ടീസ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇൻഫൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അഡൾട്ട്ഹുഡ് ആൻഡ് ഓൾഡ് ഏജ്. ഒക്യുപ്പേഷണൽ ഡിഫറൻസിയേഷൻ, ഒക്യുപ്പേഷനിലും അതേ കണക്ക് തന്നെ ഡിഫറൻസിയേഷൻ ഉണ്ട്. ഏജ് ആൻഡ് സെക്സ് ആർ ഒബിയസ് ഫൗണ്ടേഷൻ ഓഫ് സ്പെഷ്യലൈസേഷൻ എവരിവെയർ. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏജും സെക്സും പലയിടത്തും നമ്മൾ കാണുന്ന ഒരു മെയിനായിട്ടുള്ള ഡിഫറൻസിയേഷനാണ്, അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻറ്റ്സ് ഓഫ് ഒരു ഡിഫറൻസിയേഷനായിട്ട് കാണുന്നതാണ്. സോ ടു ഡിഫറെൻറ്റ് ഓക്യുപ്പേഷൻ ക്രിയേറ്റ് കണ്ടീഷൻ ഫോർ വേരിയേഷൻ ഇൻ റോൾസ് ആൻഡ് സ്റ്റാറ്റസ്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓക്യുപ്പേഷൻസും ഇതുപോലെ തന്നെ ഡിഫറൻസസ്. എന്തുകൊണ്ടാണ്? അവിടെയുള്ള റോൾസും സ്റ്റാറ്റസും തമ്മിൽ വ്യത്യാസം കാണും. ഇപ്പം ഒരു വീട്ടിൽ തന്നെ രണ്ടിടത്ത് വർക്ക് ചെയ്യുന്ന രണ്ട് പേര് വർക്ക് ചെയ്യുന്ന ഒരു വീട്ടിലുള്ള രണ്ടിടത്താണ് വർക്ക് ചെയ്യുന്നത്. അവിടെ രണ്ടിടത്തും വർക്ക് ചെയ്യുന്ന പൊസിഷൻസ് തമ്മിൽ ഒരു ഡിഫറൻസസ് കാണും, അവരുടെ വേജസ് തമ്മിലൊരു ഡിഫറൻസസ് കാണും, അവരുടെ റോള് തമ്മിലും ഡിഫറൻസസ് കാണും, അതേക്കണക്കിന് സ്റ്റാറ്റസ് തമ്മിലും ഡിഫറൻസസ് കാണും. Okay, so the occupational differences also there, and occupation is more than simply a way of earning money. അപ്പോൾ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് ഏജ് ഡിഫറൻസിയേഷനും സെക്സ് ഡിഫറൻസിയേഷനും പോലെയല്ല, ഇതെന്ന് പറയുന്നത് ഒരു വേ ഓഫ് ഏർണിംഗ് മണിയാണ് ഈ ഒരു ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. സോ ഇൻ എവറി സൊസൈറ്റി ദർ ഇസ് മോർ ഡിഗ്രി ഫോർ റോൾ ഡിഫറൻസിയേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ, വെദർ ഇറ്റ് ഈസ് ഒക്യുപ്പേഷണൽ ഓർ നോട്ട്. സോ എല്ലാ സൊസൈറ്റിയിലും ഒരു കൈൻഡ് ഓഫ് സം ഡിഗ്രി ഓഫ് റോൾ ഡിഫറൻസിയേഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് അവരുടെ ഫങ്ഷൻ, അവരെന്താണ് വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒക്യുപ്പേഷണലും ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഒക്യുപ്പേഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഡ് മെഷർ ഓഫ് ക്ലാസ് സിസ്റ്റം. ക്ലാസ് സിസ്റ്റത്തിനകത്ത് ഏറ്റവും കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. ക്ലാസ്സസ് ഉണ്ടാവും, ഒക്യുപ്പേഷണൽ റാങ്കിങ് എന്ന് പറയും. അപ്പം ആ ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് ഒക്യുപ്പേഷണൽ റാങ്കിങ് ഉണ്ടാവും, ഒക്യുപ്പേഷൻ ആൻഡ് പ്രസ്റ്റീജസ് ഉണ്ടാവും, പിന്നെ ഇൻകം കാണും, അതിനൊക്കെ തന്നെ കൺസ്യൂംസും കാണാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലും കണ്ടുവരുന്ന ഒരു ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒക്യുപ്പേഷണൽ. ഓരോ ക്ലാസ് ലേബേഴ്സിന് ഒരു അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, ആ ഒരു സിസ്റ്റം, ഓക്കെ, ക്ലാസ് സിസ്റ്റം ഉണ്ടായിരിക്കും. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. Social stratification refers to the society's categorization, society-യുടെ categorization of its people into ranking of social economic tiers. ഓക്കെ, അപ്പം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ കാറ്റഗറൈസേഷനാണ്. ആരെ പറ്റിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ? പീപ്പിൾസിൻ്റെയാണ്, അക്കോർഡിംഗ് ടു ദെയർ സോഷ്യോ എക്കണോമിക് ടയേഴ്സ്. അവരുടെ സോഷ്യോ എക്കണോമിക് ടയേഴ്സ് വെച്ചിട്ടാണ് അവരെ റാങ്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ ഫാക്ടേഴ്സ്? ഈ റാങ്ക് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെൽത്ത്, ഇൻകം, റേസ്, എഡ്യൂക്കേഷൻ ആൻഡ് പവർ. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. സ്ട്രാറ്റിഫിക്കേഷൻ റെഫർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഈ വെൽത്തും ഇൻകമും റേസും എഡ്യൂക്കേഷനും അതിനൊക്കെ തന്നെ പവറും. സ്ട്രാറ്റിഫിക്കേഷൻ ഇസ് നോട്ട് അബൌട്ട് ഇൻഡിവിജ്വൽസ് ഇനിക്വാലിറ്റീസ് അല്ല സ്ട്രാറ്റിഫിക്കേഷൻ പറയുന്നത്, ബട്ട് അബൌട്ട് സിസ്റ്റമാറ്റിക് ഇനിക്വാലിറ്റീസ് ബേസ്ഡ് ഓൺ ദ ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇനിക്വാലിറ്റീസ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് മെമ്പർഷിപ്പ്, ക്ലാസ് ആൻഡ് ദ ലൈക്ക്. അപ്പം സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇനിക്വാലിറ്റീസിനെ അല്ല നോക്കുന്നത്, മെയിനായിട്ടും സിസ്റ്റമാറ്റിക് ഇനിക്വാലിറ്റീസ് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പിനകത്തുള്ള ഇനിക്വാലിറ്റി, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനകത്തുള്ള ഇനിക്വാലിറ്റീസ് ആയിരിക്കും സ്ട്രാറ്റിഫിക്കേഷനകത്ത് മെയിനായിട്ട് നോക്കുന്നത്. നോ ഇൻഡിവിജ്വൽ
റിച്ച് ഓർ പുവർ ക്യാൻ ബി ബ്ലെയിംഡ് ഫോർ സോഷ്യൽ ഇനിക്വാലിറ്റീസ്. ഇപ്പം ഒരു ദരിദ്രൻ അല്ലെങ്കിൽ എന്നാ പണക്കാരൻ പാവപ്പെട്ടവൻ അല്ലെ അങ്ങനെയുള്ള രീതിയിലൊന്നും സോഷ്യൽ ഇനിക്വാലിറ്റീസിൽ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒരു ഇൻഡിവിജ്വലിനെയും ബ്ലെയിം ചെയ്യാൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ നടക്കില്ല. ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി എഫക്റ്റ് എ പേഴ്സൺസ് സോഷ്യൽ സ്റ്റാൻഡിങ്. ഈ സൊസൈറ്റിയുടെ സ്ട്രക്ചർ, ഓക്കെ, സൊസൈറ്റിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്താണ്? ഇന്ന ആൾക്ക് ഇന്ന ക്വാളിറ്റി ഉണ്ട്, അവൻ അതുകൊണ്ട് ഇന്ന ലെവലിലെത്തണം. അല്ലെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരുടെ ഫിസിക്കലായിട്ടുള്ളയും വെൽത്ത് ആയിട്ടുള്ളയും അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ളയും ഇനിക്വാളിറ്റീസ് വെച്ചിട്ട് സൊസൈറ്റിക്ക് ഒരു സ്ട്രക്ചറുണ്ട്. അത് പേഴ്സണിൻ്റെ സോഷ്യൽ സ്റ്റാൻഡിങ്ങിനെ എഫക്റ്റ് ചെയ്യാറുമുണ്ട്. ആൻഡ് ഫാക്ടേഴ്സ് ദാറ്റ് ഡിഫൈൻ സ്ട്രാറ്റിഫിക്കേഷൻ വേരി ഇൻ ഡിഫറെൻറ്റ് സൊസൈറ്റി. അപ്പം സ്ട്രാറ്റിഫിക്കേഷന് ഫാക്ടേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റിഫിക്കേഷന് ഫാക്ടേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ സൊസൈറ്റീസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. In most societies, stratification is an economic system. ഏറ്റവും കൂടുതൽ എല്ലാ സൊസൈറ്റീസിലും സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു എക്കണോമിക് സിസ്റ്റമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ബേസ്ഡ് ഓൺ വെൽത്ത്. ദ നെറ്റ് വാല്യൂ ഓഫ് മണി ആൻഡ് അസറ്റ്സ് എ പേഴ്സൺ ഹാസ്. ഒരു ഏറ്റവും കൂടുതലും ബേസ് ചെയ്യുന്നത് വെൽത്തുമായി ബേസ് ചെയ്തിട്ടാണ് അത് എപ്പോഴും പറയുന്നത്. ദ നെറ്റ് വാല്യൂ ഓഫ് മണി ആൻഡ് അസറ്റ്സ് ഓഫ് എ പേഴ്സൺ. ആ ഒരു പേഴ്സണിൻ്റെ നെറ്റ് വാല്യൂവും അതേ കണക്ക് തന്നെ അയാളുടെ അസറ്റും വെച്ചിട്ടായിരിക്കും അതിനെ കോറിലേറ്റ് ചെയ്യുന്നത്. ആൻഡ് പേഴ്സൺസ് വേജ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ്, ഓക്കെ, അയാളുടെ ഇൻകം, വേജസ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും എക്കണോമിക് സിസ്റ്റം സ്ട്രാറ്റിഫിക്കേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഡെഫിനിഷൻ, സ്ട്രാറ്റിഫിക്കേഷന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനാണ് ഓഗ്ബൺ ആൻഡ് നെംകോഫ് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനാണ്. സ്ട്രാറ്റിഫിക്കേഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് ആർ റാങ്ക്ഡ് ഇൻ എ മോർ ഓർ ലെസ് എൻഡിങ് ഹൈറാർക്കി ഓഫ് സ്റ്റാറ്റസ്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ്. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പും റാങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ടാണ് സ്ട്രാറ്റിഫിക്കേഷനെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഗിസ്ബർട്ട് പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇസ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി ഇൻറ്റു പെർമനൻറ്റ് ഗ്രൂപ്പ് ഓഫ് കാറ്റഗറീസ് ലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ ബൈ ദ റിലേഷൻഷിപ്പ് ഓഫ് സുപ്പീരിയോറിറ്റി ആൻഡ് സബോർഡിനേഷൻ. സുപ്പീരിയോറിറ്റി ആൻഡ് സബോർഡിനേഷൻ്റെ റിലേഷൻഷിപ്പിനെയൊക്കെ ഇത് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. റെയ്മൺ എം മുറെ പറഞ്ഞത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇസ് എ ഹൊറിസോണ്ടൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി ഇൻറ്റു ഹൈ ആൻഡ് ലോവർ സോഷ്യൽ യൂണിറ്റ്. It is a horizontal division of society ആണ് റെയ്മൺ എം മുറയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം തന്നെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അക്കോർഡിംഗ് ടു MM Tumin, the main attributes of stratification are, it is social in nature. Social stratification is social. Stratification is social in the sense it does not represent biological causes of inequalities. ബയോളജിക്കലി ഉള്ള ഇനിക്വാളിറ്റീസ് ഒരിക്കലും റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഇസ് എ സോഷ്യൽ ഇൻ നേച്ചർ ആൻഡ് ഇറ്റ് ഈസ് ഏൻഷ്യൻറ്റ്. ഒരുപാട് പഴക്കമേറിയ ഒന്നാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ഇൻ നേച്ചർ. ഇതൊരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫിനോമിനയാണ് സ്ട്രാറ്റിഫിക്കേഷൻ. ആൻഡ് ഇറ്റ് ഈസ് ഡൈവേഴ്സ് ഫോം. ഇറ്റ് ഈസ് നോട്ട് യൂണിഫോം ഇൻ ഓൾ ദ സൊസൈറ്റി. എല്ലായിടത്തും ഒരു യൂണിഫോമിറ്റി ഉള്ളതല്ല. സോ ഇറ്റ് ഈസ് ഡൈവേഴ്സ് ഇൻ നേച്ചർ ആൻഡ് ഇറ്റ് ഈസ് കോൺസിക്വൻഷ്യൽ. സ്ട്രാറ്റിഫിക്കേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ കോൺസിക്വൻസസ്. അതിന് അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസസും ഉണ്ട്. അന്നേരം സ്ട്രാറ്റിഫിക്കേഷൻ്റെ എന്നാണ് സ്ട്രാറ്റിഫിക്കേഷൻ്റെ മീനിങ്ങും ഡെഫിനേഷനും ഒക്കെ കണ്ടു. ഇനി സ്ട്രാറ്റിഫിക്കേഷൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് ക്ലാസ് സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം, അത് കണക്ക് തന്നെ റേസ്, ഇതിന് മൂന്നിനെ കൂടി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്. അതിനകത്ത് കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് ഇസ് ദ ഇൻസെപ്പറബിൾ ആസ്പെക്റ്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. സോ ദർ ഇസ് നോ കമ്പാരബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എൽസ്വെയർ ഇൻ ദ വേൾഡ് ഫോർ ദ കാസ്റ്റ് സിസ്റ്റം. നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഈ ഒരു കാസ്റ്റ് സിസ്റ്റം ഇത്രയും ഇത്രയും ഒരു വൈഡായിട്ട് കാണുന്നുള്ളൂ. വേറെ എവിടെയും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ആൻഡ് കാസ്റ്റ് ഇസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ഹിന്ദു ഫിലോസഫി ആൻഡ് റിലീജിയൻ. ഏറ്റവും കൂടുതലും ഈ ഹിന്ദു ഫിലോസഫിയും റിലീജിയനിലുമാണ് കാസ്റ്റ് സിസ്റ്റം ഏറ്റവും കൂടുതലും കണക്ട് ചെയ്തേക്കുന്നത്. അത് കണക്ക് തന്നെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷനിലും
മാരേജ് ആൻഡ് ഫാമിലി, ഈ എല്ലാ ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും കൂടുതലും ഹിന്ദു ഫിലോസഫി ആൻഡ് റിലീജിയനിലാണ്, പിന്നെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷനിലും അതൊക്കെയാണ് മാരേജും ഫാമിലിയിലും ഒക്കെയാണ് കാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഒരു സിസ്റ്റത്തിനെ മെയിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ദ ഒറിജിൻ ഓഫ് ദ വേർഡ് കാസ്റ്റ് എവിടെ നിന്നും ഒറിജിനായത്, അതെന്താണ് ഈ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ദ ടേം കാസ്റ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം എ സ്പാനിഷ് വേർഡ്, സ്പാനിഷിൽ മാത്രമല്ലെന്ന് തോന്നുന്നു, വേറെ ഒരു ലാറ്റിൻ വേർഡ് എന്നും കൂടി എടുത്താന്ന് തോന്നുന്നു. ഓക്കെ, സ്പാനിഷ് വേർഡ് ദ കാസ്റ്റ് മീനിങ് ബ്രീഡ് ഓർ ലിനേജ്. ബ്രീഡ് എന്നോ അല്ലെങ്കിൽ ലിനേജ് എന്നോ പറയുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്പാനിഷ് വേർഡിൻ്റെ മീനിങ് ഏതാണ്? കാസ്റ്റ് എന്ന് പറയുന്ന സ്പാനിഷ് വേർഡിൻ്റെ റിയൽ മീനിങ് ബ്രീഡ് എന്നാണ്. ദ വേർഡ് കാസ്റ്റ് ഓൾസോ സിഗ്നിഫൈസ് റേസ് എന്ന് അല്ലെങ്കിൽ കൈൻഡ് എന്നും കൂടി കാസ്റ്റിന് ഒരു സിഗ്നിഫൈസും ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്ത്യ ഹാസ് ഇറ്റ്സ് ഓൺ ഒറിജിൻ ഇൻ ദ ചതുർവർണ്ണ സിസ്റ്റം. അപ്പം കാസ്റ്റിന് ഇന്ത്യൻ മെത്തഡോളജി അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇന്ത്യയിൽ പറഞ്ഞിരുന്ന ഒരു രീതി, കാസ്റ്റിന് ഇന്ത്യയിൽ പറഞ്ഞിരുന്നത് ചതുർവർണ്ണ എന്ന് പറയുന്ന സിസ്റ്റമായിട്ടാണ് ഇന്ത്യയിൽ ഇത് ഒറിജിൻ ചെയ്യുന്നത്. വർണ്ണ സിസ്റ്റംസ്. ഓക്കെ, അക്കോർഡിംഗ് ടു ഹിന്ദു സൊസൈറ്റി ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 മെയിൻ വർണ്ണാസ്. 4 മെയിൻ വർണ്ണ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാസ്റ്റിനെ 3 വർണ്ണാസ് എന്നായിരുന്നു പറയുന്നത്, ചതുർവർണ്ണ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ 4 വർണ്ണങ്ങളാണുള്ളത്. ഒന്ന് ദ ബ്രാഹ്മൺസ്, ദ ക്ഷത്രിയാസ്, ദ വൈശ്യവാസ് ആൻഡ് ദ ശൂദ്രാസ്. ഇങ്ങനെ 4 വർണ്ണങ്ങളാണ് പറഞ്ഞിരുന്നത്. ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ ബ്രാഹ്മൺസ്, ക്ഷത്രിയർ, വൈശ്യവർ, അതേ കണക്ക് തന്നെ ശൂദ്രാസ്. ഇങ്ങനെ 4 രീതിയിലാണ് പറഞ്ഞത്. ദ പ്രസൻറ്റ് സിസ്റ്റം ഈസ് ദ ഡീജനറേറ്റ് ഫോം ഓഫ് വർണ്ണ സിസ്റ്റം. ഇപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാസ്റ്റ് സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രാഹ്മൺസ് നമ്മൾ കാണുന്നുണ്ട്. ബ്രാഹ്മൺസിൽ തന്നെ പല 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 സബ് ഡിവിഷൻസ് ഉണ്ട്. ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷത്രിയന്മാരാണെന്ന് നമ്മൾ ആരോടെങ്കിലും പറയുന്നുണ്ട് അല്ലേ? ക്ഷത്രിയന്മാരാണെന്ന് ആരും അറിയുന്നില്ല. ബട്ട് അതിന് തന്നെ ഒരുപാട് ഒരു ഡീജനറേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ഒരുപാട് എന്നാ മൾട്ടിപ്ലൈഡ് ആയിട്ടുള്ള കുറേ കാസ്റ്റ് ഇതിന് ആ സബ് കാസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ശൂദ്രയിലായാലും വൈശ്യയിലായാലും എല്ലാം തന്നെ. അന്നേരം ഇപ്പോൾ ഇപ്പോഴത്തെ ഉള്ള പ്രസൻറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഡീജനറേറ്റഡ് ഫോമാണ്. വർണ്ണ സിസ്റ്റത്തിൻ്റെ ഒരു ഡീജനറേറ്റഡ് ഫോമാണ്. Definition of caste. Caste is so complex a phenomenon which is difficult to define. ഭയങ്കര ബുദ്ധിമുട്ടാണ് കാസ്റ്റ് എന്ന് പറയുന്നതിനെ പറ്റിയിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട്. എന്നിരുന്നാലും എന്താ പറയുക, നമ്മുടെ ഫിലോസഫേഴ്സിനൊന്നും അങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാതിരിക്കാൻ സാധിച്ചില്ല. സോ മക്കൈവർ ആൻഡ് പേജ് define that when status is wholly predetermined so that men are born to their lot without any hope of changing it, then the class takes the extreme form of caste. So ഈ സ്റ്റാറ്റസ്, നമ്മുടെ ഈ സ്റ്റാറ്റസ് ആണല്ലോ മെയിൻ. ഈ കാസ്റ്റിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാറ്റസ് തന്നെയാണ്. സോ ഈ ജനിച്ച് വീഴുന്ന ഒരാൾ ജനിച്ച് ഒരു മതത്തിലോട്ട് വീണു, ആ മതത്തിൽ വീണ് കഴിഞ്ഞാൽ ആ മതമാണ് തൻ്റെ മതം. ആ ഒരു ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രീം ക്ലാസ് എന്ന് പറയുന്നത് എന്നാ പറയുന്ന ആ ഒരു പ്രിഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഹോളി പ്രിഡിറ്റർമൈൻഡ് ആണ്. സോ ദാറ്റ് ദ മെൻ ആർ ബോൺ ടു ദെയർ ലോട്ട് വിത്തൗട്ട് എനി ഹോപ്പ് ഓഫ് ചേഞ്ചിങ് ഇറ്റ്. അതൊട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റാതെ അവിടെ തന്നെ കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ തന്നെ ജനിച്ച് വീഴുന്ന ആ ഒരു ഫാക്ടിനെയാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ രണ്ടാമതൊരു ഡെഫിനേഷൻ വന്നത് C.H. കൂളിയാണ്. വെൻ എ ക്ലാസ് ഈസ് സംവാട്ട് സ്ട്രിക്ട്ലി ഹെറിഡിറ്ററി വി മേ കോൾ ഇറ്റ് ആസ് കാസ്റ്റ്. അപ്പോൾ ക്ലാസ്, നമ്മൾ ഓരോ ക്ലാസ്സുകൾ പറയാറുണ്ട്. ആ ക്ലാസ് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആവുമ്പോഴാണ് അത് കാസ്റ്റായി മാറുന്നതെന്നാണ് കൂളി പറഞ്ഞത്. അപ്പോൾ ക്ലാസ് എന്താണ്? അപ്പോൾ ക്ലാസിൻ്റെ ഒരു ഹെറിഡിറ്ററി വേ ആണ് കാസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ക്ലാസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ക്ലാസ് സിസ്റ്റം. ദ സോഷ്യൽ ക്ലാസ് ഈസ് ദ പ്രിൻസിപ്പൽ ടൈപ്പ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഒരു പ്രിൻസിപ്പൽ ടൈപ്പാണ് സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. എനിക്ക് സോഷ്യൽ എന്ന് പറയുന്നത് 2 തവണ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഡിലീറ്റ് ആക്കിയത് കേട്ടോ. വിച്ച് ഈസ് ഫൗണ്ട് എസ്പെഷ്യലി ഇൻ ദ മോഡേൺ സിവിലൈസ്ഡ് കൺട്രി. ഇത് ഏറ്റവും കൂടുതലായിട്ടും കാണുന്നത് ഈ ക്ലാസ് സിസ്റ്റം ഏറ്റവും കൂടുതൽ കാണുന്നത് മോഡേൺ സിവിലൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണ് ഈ ക്ലാസ് സിസ്റ്റം കാണുന്നത്. ഇഫ് ദ കാസ്റ്റ് സിസ്റ്റം ഈസ് ഫൗണ്ട് ടു ബി യുണീക്ക് ഇൻ ഇന്ത്യ, ദ ക്ലാസ് സിസ്റ്റം ഈസ് യൂണിവേഴ്സൽ ഇൻ നേച്ചർ. ഈ കാസ്റ്റും സബ് കാസ്റ്റും ഒക്കെ നമ്മുടെ ഇന്ത്യയിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു
ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഇൻ നേച്ചറാണ്. ആൻഡ് ക്ലാസ് റെപ്രസെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പ്രൊഫസേഴ്സ്. ക്ലാസ് എന്ന് പറയുന്നത് മെയിനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫസേഴ്സിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ എൻജിനീയേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് സബ് ക്ലാസ് ആണെന്ന് പറയുക അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സാണ്. ഓക്കെ, ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ വേർഡ് ക്ലാസ് ഇസ് ഓൾസോ റെഫേഴ്സ് ദ ക്വാളിറ്റീസ് ഓഫ് ദ തിങ്സ്. ഓക്കെ, ക്ലാസ്സിനെ നമുക്ക് ക്വാളിറ്റീസ് വെച്ച് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. വെദർ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ക്ലാസ്സായിട്ട് ഇത് ബെറ്ററാണ്, ഇത് ബെസ്റ്റാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് എന്നുകൊണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. സോ അറ്റ് ദാറ്റ് വേയും നമുക്ക് ക്ലാസ്സിനെ റെഫർ ചെയ്യാൻ പറ്റും. ഡെഫിനേഷൻ ഓഫ് കാസ്റ്റ്. കാസ്റ്റിന് ഡെഫിനേഷൻ ഉണ്ടല്ലോ. സോ ക്ലാസ്സിൻ്റെ ഡെഫിനേഷൻ പി ഗിസ്ബർട്ട് ആണ് തന്നിട്ടുള്ളത്. A social class is a category or group of persons having a definite status in the society, which permanently determines their relation to other group. So class എന്ന് പറയുന്നത് ഇറ്റ്സ് എ കാറ്റഗറി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഹാവിങ് എ ഡെഫിനിറ്റ് സ്റ്റാറ്റസ്, ഒരു ഡെഫിനിറ്റ് സ്റ്റാറ്റസ് കാണും എവിടെ? സൊസൈറ്റിയിൽ. വിച്ച് ഇസ് പെർമനൻ്റ്ലി ഡിറ്റർമൈൻ ദെയർ റിലേഷൻ ടു അതർ ഗ്രൂപ്പ്. അത് പെർമനൻ്റ്ലി ഡിറ്റർമൈൻ ചെയ്യുന്നത് അതർ ഗ്രൂപ്പിലും അവരുടെ റിലേഷൻ എന്താണെന്നുള്ളത് പെർമനൻ്റ്ലി ഡിറ്റർമൈൻ ചെയ്യുന്ന ഒന്നാണ് സോഷ്യൽ ക്ലാസ്. ഒഗ്ബോൺ ആൻഡ് നിംകോഫ് പറഞ്ഞു, എ സോഷ്യൽ ക്ലാസ് ഇസ് ദ അഗ്രിഗേറ്റ് ഓഫ് പേഴ്സൺസ് ഹാവിങ് എസെൻഷ്യലി ദ സെയിം സോഷ്യൽ സ്റ്റാറ്റസ് ഇൻ എ ഗിവൺ സൊസൈറ്റി. സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അഗ്രിഗേറ്റ് ഓഫ് പേഴ്സൺസ് ഹാവിങ് എസെൻഷ്യലി ദ സെയിം സോഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, പേഴ്സൺ ഹാവിങ് സെയിം സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവും എവിടെ? ഇൻ എ ഗിവൺ സൊസൈറ്റി. അതിനെയാണ് സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതാണ് ഒഗ്ബോൺ ആൻഡ് നിംകോഫിൻ്റെ ഡെഫിനേഷൻസ്. അടുത്ത ടോപ്പിക്കാണ് റേസ്. നമ്മൾ സോഷ്യൽ കാസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, സോഷ്യൽ ക്ലാസ് പറഞ്ഞു, റേഷ്യൽ ഡിസ്ക്രിമിനേഷനായിട്ടുള്ള കുറേ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണല്ലേ. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇല്ലാത്തൊരു സംഭവമാണ്, എങ്കിലും പഠിക്കാനുള്ളത് കൊണ്ട് നമുക്ക് നോക്കാം. ഇറ്റ് കുഡ് ബി സെഡ് ദാറ്റ് ദോസ് പീപ്പിൾ ഹൂ ഷെയർ സിമിലർ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആർ സോഷ്യലി ഡിഫൈൻഡ് ആസ് റേസ്. ഓക്കെ, സിമിലർ, ഒരേപോലുള്ള ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെയാണ് സോഷ്യലി ഡിഫൈൻ ചെയ്യുന്നതാണ് റേസ് എന്ന് പറയുന്നത്. ആ ഒരു റേസ് ഇൻ ദ പോപ്പുലർ യൂസേജ് റേസ് മീൻ ഓൾ ദ ഹ്യൂമാനിറ്റി. ഹ്യൂമൻ റേസ് നമ്മളെല്ലാം ഹ്യൂമൻ റേസ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ട്രൈബ്സിന്, ഓസ്ട്രേലിയൻ ട്രൈബ്സിനെ ഒരു റേസ് ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് റേസ് എന്ന് പറഞ്ഞ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ആൻഡ് റേസ് ഇസ് നോട്ട് എ ബയോളജിക്കൽ കോൺസെപ്റ്റ്. ഒരിക്കലും ഒരു ബയോളജിക്കൽ കോൺസെപ്റ്റ് അല്ല റേസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഓൾമോസ്റ്റ് മീനിങ്ലെസ് ടുഡേ. കാരണം റേസ് എന്ന് പറയുന്നത് നേരത്തെയൊക്കെ ബയോളജിക്കൽ കോൺസെപ്റ്റ്, അതായത് കറുത്ത വർഗ്ഗക്കാർ ആ ഒരു റേസിൽ കാണുമായിരുന്നു. ഇന്ന് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ നമ്മളൊരിക്കലും അതൊരു മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു വേർഡാണ് ബയോളജിക്കൽ കോൺസെപ്റ്റിൽ റേസിനെ പറയുന്നത്. ഇന്നിപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ഒരു ട്രൈബ്സിനെ അങ്ങനെയൊക്കെ നമ്മൾ റേസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യുള്ളൂ. ആൻഡ് സം ഹാവ് defined a race as a group of people separated from other groups by a distinctive combination of physical characteristics. ഇപ്പോൾ റേസിനെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ പെട്ടെന്ന് നമ്മുടെ നാട്ടിലിപ്പം ബംഗാളികളുണ്ടല്ലേ, ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു റേഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ബംഗാളികളെ തന്നെയാണ്. അപ്പോൾ ഈ ബംഗാളികളെ എന്താണ് നമ്മളിൽ നിന്ന് എന്നാ വ്യത്യാസമുള്ളത്? ചിലത് മൂക്ക് ചപ്പിയതും ഷോർട്ടായിരിക്കും, കുറച്ച് മാസ്കുലൈൻ ആയിരിക്കും, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ നീണ്ട മുടിയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് അവരുടെ അവരെ ഒരു റേസ് ആയിട്ട് കാണും. സോ സം ഹാവ് ഡിഫൈൻഡ് എ റേസ് ആസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സെപ്പറേറ്റഡ് ഫ്രം അതർ ഗ്രൂപ്പ്. നമ്മുടെ ഹ്യൂമൻ റേസ്, അതായത് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ തോന്നി, ബിക്കോസ് ഓഫ് ദെയർ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അങ്ങനെയുള്ളവരെയാണ് റേസ്. അങ്ങനെയുള്ള ആ ഒരു ഇതിനെയാണ് റേസ് എന്ന് പറയുന്നത്. റേസിന് ഡെഫിനേഷൻസ് ഉണ്ട്. ഹോട്ടൺ ആൻഡ് ഹണ്ട് തന്നൊരു ഡെഫിനേഷനാണ് റേസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സംവോട്ട് ഡിഫറെൻറ്റ് ഫ്രം അതർ ഗ്രൂപ്പ് ഇൻ ഇറ്റ്സ് കോമ്പിനേഷൻ ഓഫ് ഇൻഹെറിറ്റഡ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇൻഹെറിറ്റഡ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ബട്ട് ദ റേസ് ഇസ് ഓൾസോ സബ്സ്റ്റാൻഷ്യലി ഡിറ്റർമൈൻഡ് ബൈ പോപ്പുലർ സോഷ്യൽ ഡെഫിനേഷൻ.
and it is also substantially defined by the popular social definition. അതിന് സ്മെൽസർ പറഞ്ഞ വേറൊരു ഡെഫിനിഷനാണ്, റേഷ്യൽ ഗ്രൂപ്പ് ഇസ് എ കൈൻഡ് ഓഫ് എത്തനിക് ഗ്രൂപ്പ് on that is set apart from other by some combination of inherent biological traits such as skin color, facial features and status. Same ആൾക്കാരുടെ സ്കിൻ കളർ അല്ലെങ്കിൽ ഫേഷ്യൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റസോ കൊണ്ടോ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രെയ്റ്റ്സിൽ കൊണ്ട് വ്യത്യാസം വരുന്നുണ്ടോ അതിനെ റേഷ്യൽ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നു. ഇത്രയുമാണ് നമ്മുടെ മൊഡ്യൂൾ 4 ഉള്ള ഭാഗങ്ങൾ. എല്ലാ പോയിൻറ്റ്സും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യണം. ഏതെങ്കിലും കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്യാം കേട്ടോ. താങ്ക് യു.